ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു മാജിക് ഡ്രിങ്ക് തന്നെയാന്ന് പറയാം. കാരണം നമ്മുടെ ഹാർട്ടിന് അത് നല്ലതാണ്, നമ്മുടെ ലിവറിന് ഇത് ഒരുപാട് നല്ലതാണ്. അതുപോലെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അവർക്കും അത് നല്ലതാണ്. ബ്ലഡ് കുറവായിട്ടിരിക്കുന്നവർക്ക് അത് കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങളിത് മറക്കാതെ എടുത്തോ. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കണുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം. ഇത് ചേർക്കണോണ്ട് തന്നെ സമ്മർ സീസൺ അല്ലേ, നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ഹെയർ ലോസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കോ, അതിനൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാമല്ലോ. വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഞാനിത് എടുത്ത് ഇത്രയൊക്കെ ആയി. ഇതിന് ബദാം പിസിൻ എന്നും അൽമണ്ട് ഗം എന്നും പറയൂ കേട്ടോ. അപ്പൊ അതെങ്ങനെ ഈ ഒരു ഫോമിലാക്കാന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഞാനിത് രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡെയിലി അടിച്ചു കുടിക്കാനൊക്കെ നിങ്ങൾക്ക് മടിയായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും അതുപോലെ ഒരു ആപ്പിളും ആണ് കേട്ടോ എടുത്തിരിക്കണേ. എല്ലാം തന്നെ സ്മോൾ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. ഇതിൽ നല്ല പോലെ ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മോഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാം തന്നെ നമ്മൾ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ അത് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുത്ത് വരാം. അപ്പൊ ബദാം പീസും റെഡി ആക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞാൻ 2 സ്പൂൺ ആട്ടോ എടുത്തിരിക്കണേ. പിന്നെ നമ്മൾ അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് കുതിർത്താൻ വെക്കാം. ഇത് നമ്മൾ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ എടുക്കണേ. അത്രയും ടൈം വേണം, ഒരു 7-8 മണിക്കൂറെങ്കിലും വേണം അത് ഈ ഒരു ജെല്ലി ഫോം ആയിട്ട് കിട്ടണമെങ്കിൽ. അപ്പൊ നല്ല പോലെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും ഇത്. ഇപ്പൊ നല്ല ചൂട് സമയമല്ല, അപ്പൊ നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം തന്നെയാട്ടോ ഇത്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം. അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ബദാം പീസിൻ ഒരു 2 ടേബിൾ സ്പൂൺ ആയിട്ട് ആഡ് ചെയ്യണേ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഇത്രയും കൗണ്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഡെയിലി ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ദിവസത്തേക്ക് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 സ്പൂൺ നമ്മൾ ബദാം പീസിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിയാ സീഡ് ഒരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചേക്കണേ. അത് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ഇപ്പൊ അടിച്ചു വെച്ച നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഹണിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇനി ഇലക്കി കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫൈൻ ആയിട്ടോ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും അരിച്ചൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഡെയിലി അടിച്ചു കുടിക്കാനൊക്കെ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആട്ടോ രണ്ടാമത് ഞാൻ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഡ്രിങ്ക് നമ്മൾ അടിച്ചെടുത്തപ്പോൾ ബാക്കി വന്നിട്ടുണ്ടാവും. ആ ബാക്കി വന്ന കാര്യമെല്ലാം നമ്മൾ ഒരു ഐസ് ട്രേയിൽ നമ്മളാക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത്. അപ്പൊ ഇതുപോലെ ഐസ് ക്യൂബ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ക്യൂബ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബദാം പീസിന് ഇതുപോലെ 2 സ്പൂൺ ആട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണേ. അതിനുശേഷം നമ്മൾ ചിയാ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബദാം പീസിനും ചിയാ സീഡും ഒക്കെ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ചെയ്തോളൂ. അപ്പോൾ എളുപ്പമായിട്ട് തന്നെ കാലത്ത് മോർണിംഗിൽ നമ്മൾ ചായക്കൊക്കെ പകരം എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു ഹാഫ് ജിഞ്ചർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് നല്ലതാട്ടോ. നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിലും ഒരുപാട് നല്ലതാട്ടോ. ലൈം ജ്യൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴും നല്ലതാണ്, ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മൾ അപ്പോൾ ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കണേ. അപ്പോൾ അടുത്ത ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.